ഹായ് ഗൈസ്, വെൽക്കം ടു വീലിൻ. ആണവരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലഘട്ടം. സ്വാതന്ത്ര്യം കിട്ടി ഏതാനും കുറച്ച് വർഷങ്ങൾ മാത്രമായ ഇന്ത്യക്ക് ഇതൊന്നും സാധിക്കില്ല എന്ന് ലോകരാജ്യങ്ങൾ മൂഢസ്വർഗത്തിൽ വിധി എഴുതിയ കാലഘട്ടം. അന്ന് ആറ്റത്തിൻ്റെ കണികകളെ കീറിമുറിച്ച് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തെ ഒരു സൂര്യനെപ്പോലെ ജ്വലിപ്പിക്കുവാൻ ഒരൊറ്റയാൻ മുൻപോട്ട് വന്നു. ഹോമി ജഹാംഗീർ ബാബ. 1909 ബോംബെയിലെ, അതായത് ഇന്നത്തെ മുംബൈയിലെ അത്യാവശ്യം സമ്പന്നമായ ഒരു പാഴ്സി കുടുംബത്തിലായിരുന്നു ബാബയുടെ ജനനം. അങ്ങനെ ബാബ വളർന്നു വലുതായപ്പോൾ ടാറ്റ സ്റ്റീലിൽ നല്ലൊരു ജോലി ലഭിക്കണം എന്ന കുടുംബത്തിൻ്റെ ആഗ്രഹത്തെ തുടർന്ന് കേംബ്രിഡ്ജിലെ ഗോൺവില്ലെ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠനത്തിനായി അയക്കുന്നു. അങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ അദ്ദേഹം പഠനവും പൂർത്തിയാക്കുന്നു. ഈ പഠനകാലത്തായിരുന്നു പോൾ ഡിറാക്കിനെയും വോൾഫ്ഗാങ് പോളിനെയും പോലുള്ള ലോകപ്രശസ്ത തിയററ്റിക്കൽ ഫിസിസ്റ്റുകളിൽ ബാബ ആകൃഷ്ടനാകുന്നത്. അങ്ങനെ അതിനെ തുടർന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ നിന്നും ബാബ തൻ്റെ കരിയർ തിയററ്റിക്കൽ ഫിസിക്സിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ തന്നെ ക്വാണ്ടം മെക്കാനിക്സും ഷ്രോഡിംഗർ ഇക്വേഷനും സ്പെഷ്യൽ റിലേറ്റിവിറ്റിയും എല്ലാം ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് ഇലക്ട്രോണുകൾ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകുകയും വെറും മാത്തമാറ്റിക്കൽ പ്രഡിക്ഷനായ ഡിറാക് ഇക്വേഷൻ മുൻപോട്ട് നൽകിക്കൊണ്ട് നമ്മുടെ പാർട്ടിക്കിളുകൾക്ക് നേരെ വിപരീതമായ ആൻറ്റി പാർട്ടിക്കിളുകൾ ഉണ്ടാകാമെന്ന് ലോകത്തിന് കാണിച്ചു തരികയും ചെയ്ത പോൾ ഡിറാക്കിനെ പോലെ ഒരാളിൽ ബാബ ഇൻഫ്ലുവൻസ് ആയില്ല എങ്കിൽ മാത്രമേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ളൂ. ശേഷം ഇതിനെ തുടർന്ന് കേംബ്രിഡ്ജിൽ നിന്നും ബാബ ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുക്കുകയും ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഈ സമയമായിരുന്നു ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവായ ഏണസ്റ്റ് റദർഫോർഡിന് കീഴിൽ കേംബ്രിഡ്ജിലെ കവൻഡിഷ് ലാബോറട്ടറിയിൽ ബാബ പഠനങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെ 1935 പ്രകാശവും ചാർജഡ് പാർട്ടിക്കിളുകളുമായി നടത്തുന്ന ഇൻ്ററാക്ഷനെ തുടർന്ന് പോസിട്രോണും ഇലക്ട്രോണും തമ്മിൽ കൊളൈഡ് ചെയ്യുകയും പരസ്പരം സ്കാറ്റർ ചെയ്തു പോകുമെന്നും ബാബ ഒരു പേപ്പറിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ ഇതിനെ തുടർന്ന് ശാസ്ത്രലോകം ബാബയ്ക്ക് ബഹുമാനാർത്ഥമായി ഈ പ്രതിഭാസത്തിന് ബാബ സ്കാറ്ററിംഗ് എന്ന പേര് നൽകി ആദരിക്കുകയുണ്ടായി. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കവെയാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതും നോബൽ പ്രൈസ് വിജേതാവും അന്നത്തെ IISc അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഡയറക്ടറുമായ CV രാമൻ്റെ ഇൻവിറ്റേഷനെ തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നത്. എന്നാൽ ബാബ തിരികെ എത്തിയ സമയം രണ്ടാം ലോകമഹായുദ്ധം ആയതിനാൽ തന്നെ ബാബയുടെ മടക്കം വൈകുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ തുടർന്നു പോകുന്ന ബാബയുടെ ശ്രദ്ധ ആകർഷിച്ച കാര്യങ്ങളിലൊന്നായിരുന്നു നല്ല കഴിവും അനേകം ബുദ്ധിശാലികളുമായ യുവത്വം നമുക്കുണ്ട് എങ്കിലും ലോക നിലവാരത്തിലുള്ള ഒരു സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കില്ല എന്നുള്ളത്. ഇതിനെ തുടർന്ന് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ തുടർന്നു പോകുന്ന ബാബ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമായി തന്നെ ന്യൂക്ലിയർ ഫിസിക്സും ഫണ്ടമെൻ്റൽ സയൻസിനും മാത്രമായി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ആവശ്യം തിരിച്ചറിയുകയും അന്നത്തെ ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാനായ സർ സൊറാബ്ജിക്ക് ഒരു കത്തെഴുതുകയും ചെയ്യുന്നു. നാളെ വരുന്ന കാലഘട്ടത്തിൽ ന്യൂക്ലിയർ എനർജി എത്ര ആവശ്യമാണ് എന്ന് വിവരിക്കുന്നതായിരുന്നു ആ കത്ത്. അങ്ങനെ നാളെ രാജ്യം സ്വയം പര്യാപ്തമാകണമെങ്കിൽ ന്യൂക്ലിയർ എനർജി വഹിക്കുവാൻ പോകുന്ന പങ്ക് തിരിച്ചറിയുന്ന ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഈ ആവശ്യം അംഗീകരിക്കുകയും 1945 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിന് മുംബൈയിൽ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഇതേ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് തന്നെയായിരുന്നു ആറ്റോമിക് എനർജി പ്രോഗ്രാമിൻ്റെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISROയുടെ കളിത്തൊട്ടിലായി മാറുന്നതും. ഇവിടെ നമുക്ക് ബാബയിലെ വെറുമൊരു ഫിസിസ്റ്റിനെ മാത്രമല്ല കാണുവാനായി സാധിക്കുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടി എല്ലാം ഒന്നിൽ നിന്നും ആരംഭിക്കുന്ന രാജ്യത്തിന് അതിൻ്റെ ഇൻഡസ്ട്രിയൽ അണ്ടർ ഡെവലപ്മെൻറ്റും എനർജി ഷോർട്ടേജിനുമെല്ലാം പരിഹാരങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു ലീഡറെ കൂടെ കാണുവാനായി സാധിക്കും. അങ്ങനെ 1948 ഇന്ത്യ ആറ്റോമിക് എനർജി കമ്മീഷന് രൂപം നൽകുന്ന സമയം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഇതിൻ്റെ ഫൗണ്ടിംഗ് ഫാദർ ആരായിരിക്കണം എന്ന കാര്യത്തിൽ രണ്ടാമത് കൂടുതലായിട്ടുള്ള ചിന്തകൾക്കൊന്നും ആവശ്യം തന്നെ വന്നിരുന്നില്ല. അങ്ങനെ പിന്നീടുള്ള വെറും 8 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബാബയുടെ നേതൃത്വത്തിൽ 1956 തന്നെ നമ്മളത് നേടിയെടുക്കുകയും ചെയ്തു. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ റിസർച്ച് ന്യൂക്ലിയർ റിയാക്ടറായിട്ടുള്ള അപ്സരയിലൂടെ തുടങ്ങി പിന്നീട് 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കാനഡയുടെ സഹായത്തോടുകൂടി സിറസ് എന്ന ഹെവി വാട്ടർ റിയാക്ടർ ട്രോംബയിലും
1961 എക്സ്പീരിമെൻ്റൽ റിയാക്ടറായ സെർലീനയിലൂടെയും നമ്മൾ നമ്മുടെ ന്യൂക്ലിയർ മിഷൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ 1962 ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നതും അതിലൂടെ സമാധാനം എന്ന സ്വപ്നം നിലനിൽക്കണമെങ്കിൽ ഡിഫൻസ് ശക്തമാകണമെന്ന തിരിച്ചറിവിൽ നമ്മൾ എത്തിച്ചേരുന്നതും ശേഷം 1966 ബാബ വിയറ്റ്നാം ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായി എയർ ഇന്ത്യ ഫ്ലൈറ്റ് 101 പോകുകയും മോൺ ബ്ലാങ്കിൽ വിമാനം തകർന്നു വീഴുകയും ബാബ മരണമടയുകയും ചെയ്തു. ബാബയുടെ ആകസ്മികമായ മരണം രാജ്യത്തിന് നൽകിയത് തീരാനഷ്ടം തന്നെയായിരുന്നു. ശേഷം ബാബയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനേകം കോൺസ്പിരസി തിയറികളും മുന്നോട്ട് വരികയുണ്ടായി. പക്ഷെ ബാബ മരിക്കുന്ന സമയം തന്നെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു പോകുന്ന അനേകം യുവത്വം നിറഞ്ഞ ശാസ്ത്രലോകത്തിന് ഇവിടെ രൂപം നൽകി കഴിയുക തന്നെ ചെയ്തിരുന്നു. അങ്ങനെ ബാബ രൂപം നൽകിയ ബ്ലൂ പ്രിൻറ്റിനെ പിന്തുടർന്ന് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ പിതാവായ വിക്രം സാരാഭായ് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാനായി അപ്പോയിൻ്റ് ചെയ്യപ്പെടുകയും ഡോക്ടർ രാജാ രാമണ്ണൻ, ഡോക്ടർ PK അയ്യങ്കരും DRDOയിലെ വളരെ യുവത്വം നിറഞ്ഞ ശാസ്ത്രജ്ഞന്മാരായ അബ്ദുൽ കലാമിനെ പോലെയുള്ളവർ കൂടിച്ചേരുന്നതോടുകൂടി 1974 രാജസ്ഥാനിലെ പൊക്രാനിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ബ്ലൂ പ്രിൻ്റ് ഇന്ത്യ യാഥാർത്ഥ്യമാക്കി നട്ടെല്ലോടുകൂടി നിവർന്നു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഇത് ഹോമിജി ബാബയുടെ വളരെ ചെറിയൊരു കഥയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ. നമുക്ക് അടുത്ത